ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചപ്പയറും നമ്മുടെ നേന്ത്രക്കായും കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഓണം സീസൺ ആയി കഴിയുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഈ വാഴക്കായും ഉണ്ടാവും. അത് ഏത്തക്കായ ആയിരിക്കണം കേട്ടോ. അതും ഉണ്ടാവും, പച്ചപ്പയറും ഉണ്ടാവും. അപ്പം നമുക്കത് അടിപൊളി ടേസ്റ്റിലുണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത് തടപ്പയറാവട്ടോ. അതുകൊണ്ട് ഞാൻ രണ്ടാക്കി പൊളിച്ചു വെച്ചു. കാരണം കുറച്ച് പുളിപയറും വെച്ചു, കുറച്ച് ഒടിപയറും ആക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, വാഴയ്ക്ക നമ്മൾ വെള്ളത്തിലേക്ക് അരിയണം. വെള്ളത്തിലോട്ട് അരിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കറയുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി കഴിയുമ്പോൾ അതിൻ്റെ കറയൊക്കെ പോയി നന്നായിട്ട് വെളുക്കും. അതിനുശേഷം ഈ കഴുകിയെടുത്തിട്ട് അതും നമ്മൾ എന്ത് ചെയ്യുക, വാഴയ്ക്കായും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് ഇച്ചിരി വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക. പിന്നെ ഞാൻ പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അത് അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞാൽ വാഴയ്ക്ക വെന്തോന്നൊന്ന് നോക്കിക്കഴിയണം. എന്നുവെച്ചാൽ ഇത്രയും വെള്ളം ഒഴിച്ചതിന് കാരണം ഞാനിട്ടത് തടപ്പയറായിട്ടാട്ടോ. അച്ചിങ്ങാപ്പയറാണെങ്കിൽ അങ്ങനെ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. വാഴയ്ക്കയുടെ വേവാകുമ്പം അത് ഞാൻ പറയാം എങ്ങനെയാണ്. ഇതിപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ ആദ്യം തന്നെ വേവുള്ളത് കൊണ്ട് വാഴയ്ക്ക വെന്ത ഉടനെ തന്നെ നമ്മൾ ഈ അച്ചിങ്ങാപ്പയറിൻ്റെ അച്ചിങ്ങാപ്പയറല്ല ഒടിപയറും കൂടി ഇട്ടു. എന്നിട്ട് അരപ്പെന്ന് പറയുന്നത് നമ്മൾ തേങ്ങായ, കാന്താരിമുളക്, ചുവന്നുള്ളി, കുറച്ച് ജീരകം അത്ര എടുക്കുക. അത്ര എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരയ്ക്കണം. എന്ന് പറയുന്നത് ചുവന്നുള്ളി ഒത്തിരി അരച്ച് കളയരുത്. നമ്മൾ തേങ്ങയും ജീരകവും മുളകും കൂടി അരയ്ക്കുക. അതിനുശേഷം രണ്ടാമത് വേണം നമ്മൾ ഉള്ളി ഇട്ട് പയ്യെ ഒന്ന് കറക്കുക. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയും കൂടി ഇടുക, മൂടി വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇത് വെന്തോന്ന് നോക്കണം. വെന്ത് കഴിയുന്നതെന്ന് വെച്ചാൽ പയറ് വെന്തോന്ന് നോക്കണം. ഇത് പക്ഷേ നേരെ തിരിച്ച് നിങ്ങൾ അച്ചിങ്ങാപ്പയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ അരപ്പിൻ്റെ ഒപ്പം മാത്രം അരപ്പിനകത്തോട്ട് ഈ പയറ് വിട്ടിട്ട് അങ്ങോട്ട് വെക്കുക. നേരത്തെ നിങ്ങൾ വെക്കേണ്ട, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് ഇത് വെന്ത് കഴിയും. പയർ ആദ്യം വെന്തോ നോക്കണം. കാരണം ഓൾറെഡി നമ്മൾ വാഴയ്ക്ക വെന്തതാണല്ലോ. പയറ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കുറച്ച് ഉലുവ പൊടിച്ചത്, കാരണം ഞാൻ എപ്പോഴും ഉലുവ പൊടിച്ച് വെക്കും. എനിക്ക് പൊടിച്ച് ഉലുവ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് ചേർക്കും. അതല്ല എങ്കിൽ നിങ്ങൾ കടുക് വറക്കുന്ന കൂടെ ഇച്ചിരി ഉലുവയിട്ട് കടുക് വറുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉലുവാപ്പൊടിയായിടണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആകട്ടോ. പക്ഷേ പണ്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഉണക്കപ്പയറും വാഴയ്ക്കയായിരുന്നു. പക്ഷേ ഈ നേന്ത്രക്കായും ഇതും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആകട്ടോ. നിങ്ങൾ ഈ ഓണത്തിന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ എന്ന് പറയുന്ന വലിയ വലിയ കറികളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് ടേസ്റ്റ് ഉള്ളത് ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പരീക്ഷിച്ച് സക്സസ് ആയത് മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.